ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാനിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പോവാണ്. കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ്. വാങ്ങിക്കണോ വാങ്ങിക്കണ്ടയോ എന്നൊക്കെ ഒരു ഡൗട്ടിലായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ ഞാനും ഇക്കായും കൂടെ പോവുകയാണ്. രാവിലെ മക്കളെയൊക്കെ റെഡിയാക്കി സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഒരു 10:45 11 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ കോതമംഗലത്തിന് പോവുകയാണ്. കോതമംഗലത്ത് പോയി ഞങ്ങൾക്കിന്ന് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഒന്ന്, ഞാൻ ഈ പറഞ്ഞ സാധനം ഒന്ന് വാങ്ങണം. പിന്നെ വേറെ കുറച്ച് മെറ്റീരിയൽസ്, സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ഇന്ന്. അതെല്ലാം നടത്താമെന്ന് ഓർത്താണ് ഇന്ന് പോണത്. ഇന്നത്തെ ദിവസം ഇക്കാക്ക് ലീവാണ്. അപ്പം എല്ലാം നടത്തി തിരിച്ചു പോരാമെന്ന് കരുതി. കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് വാങ്ങണോ വാങ്ങണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്യാഷെല്ലാം ഒത്തുന്നപ്പോഴത്തേക്ക് എന്തായാലും രണ്ടും കൽപ്പിച്ച് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത്. ഓട്ടോറിക്ഷ കയറ്റി ഈ സാധനം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്തില്ല. കാറിൽ കൊണ്ടുവരുമ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് പിന്നെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിക്കാമെന്ന് കരുതി. അപ്പം എന്നിട്ട് ഞങ്ങൾ ബൈക്കിന് പോന്നു. ഓട്ടോറിക്ഷ ഞങ്ങളുടെ അടുത്തുള്ള ഓട്ടോറിക്ഷനാണ് വിളിച്ചത്. അപ്പം ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങൾ മെറ്റീരിയലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഓട്ടോറിക്ഷയിൽ അയക്കാനെ വിളിച്ചത്. പിന്നെ ഇന്ന കടയിലേക്ക് വരാൻ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ സാധനമെല്ലാം വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും ഇക്ക അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് നമ്മൾ വാങ്ങിക്കാൻ പോണതെന്ന്. നമ്മുടെ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. എനിക്കൊരു മെഷീനാണ് ഞാൻ വാങ്ങിക്കുന്നത്. എനിക്ക് പിന്നെ ജാക്കിൻ്റെ ഒരു മെഷീനുണ്ട്, പിന്നെ ഓവർലോക്കിൻ്റെ മെഷീനും, പിന്നെ സിക്സാഗിൻ്റെ സ്റ്റിച്ചിങ്ങിനുള്ള മെഷീനും ഉണ്ട്. ഇതിപ്പം നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനുള്ള മെഷീനാണ്. കൈ കൊണ്ട് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വേണം. അപ്പോൾ ഇതിലാവുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ ചെയ്യാം. ഒരുപാട് യൂട്യൂബർമാർ ഇതിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇതൊരെണ്ണം വാങ്ങിക്കണമെന്നുള്ളത്. ഞാൻ പല സ്ഥലത്തും റേറ്റ് ചോദിച്ചു. പലയിടത്തും പലതാണ് പറഞ്ഞത്. ഓൺലൈനായിട്ടും നോക്കി, പക്ഷേ അതിലൊക്കെ പല റേറ്റാണ്. അപ്പം ഞാനിത് പിന്നെ അടുത്തുള്ള ഷോപ്പാണ്. ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ലേസും പിന്നെ നൂലും എല്ലാം വാങ്ങിക്കാനും ഇതിന് മുമ്പുള്ള 3 മെഷീനും ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് അവിടുന്ന് തന്നെ വാങ്ങാം. അവരോട് റേറ്റൊക്കെ ചോദിച്ചു. അവർക്ക് ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും അവർ അത് വരുത്തിച്ചിട്ട് അതിൻ്റെ എല്ലാ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം അവരെന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ പോയി എടുക്കാൻ പോയതാണ്. അന്നേരം അവർ സ്റ്റിച്ച് ചെയ്തെല്ലാം നമുക്ക് കാണിച്ചു തരുവാണ്. ഞാനിതിൽ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം ഇതൊക്കെ കുറച്ച് പഠിക്കാനുണ്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത്. എന്താ ശ്രമിച്ചാൽ പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം വാങ്ങിച്ചു. ഇനിയെല്ലാം പതുക്കെ പതുക്കെ പഠിക്കണം. നമ്മൾ ശ്രമിച്ചാലായിട്ട് നടക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാനത് വാങ്ങിച്ചതിന് ശേഷം അവർ അത് ഓട്ടോറിക്ഷയിലേക്ക് കയറ്റുവാണ്. അപ്പം പാർട്സായിട്ടാണ് അവർ കയറ്റുന്നത്. മുകളിലത്തെ പാർട്സ് എടുത്ത് അതിന് ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം ബാക്ക് സൈഡ് ഭാഗത്താണ് നമ്മുടെ ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അത് വെച്ചപ്പോൾ ഭയങ്കര പാടാണ്. ഓട്ടോറിക്ഷയെ കൊണ്ടുവരാനും പാടാണ്. എന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് അവരതിൽ കയറ്റി. അവരത് അവിടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഷോപ്പിൽ നിന്നും പിന്നെ എനിക്ക് ആവശ്യമുള്ള ബാക്കി മെറ്റീരിയൽസും സാധനങ്ങളും നൂല് പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ ബില്ലെല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾക്ക് മുമ്പേ തന്നെ ഓട്ടോറിക്ഷ അവിടെ എത്തിയിരുന്നു. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നൂലൊക്കെ എടുക്കാനായിട്ട് താമസിച്ചതുകൊണ്ട് ഓട്ടോറിക്ഷ നേരത്തെ വീട്ടിലെത്തിയിരുന്നു. ഷോപ്പ് വരുന്നത് കോതമംഗലത്ത് PJ എന്ന് പറയുന്ന ഷോപ്പാണിത്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. മെഷീൻ്റെ എല്ലാ ഐറ്റംസും, എല്ലാത്തരം മെഷീനുകളും എല്ലാം ഉണ്ട് അവിടെ. നൂലും പിന്നെ ലേസും എല്ലാ ഐറ്റംസും, അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. നമ്മളവിടെ ചെന്നാൽ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതലും അവിടെ തന്നെയാണ് പോകാറ്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം അത് എല്ലാം ഇറക്കി വെച്ച് പിന്നെ ഞാനും ഇക്കായും കൂടെ കൂടിയിട്ട് താഴേക്ക് കൊണ്ടുവന്ന് മെഷീനെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇക്കാനെ കൊണ്ട് തന്നെ അതൊന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന്. അന്നേരം ഇക്ക പറഞ്ഞ് ഇരുന്ന് ചവിട്ടൂല എന്ന് പറഞ്ഞു. അതിന് ശേഷം ഇക്ക ആ വീലൊന്ന് കറക്കി തന്നു. ബിസ്മി ചൊല്ലി ഫാത്തിഹ ഓതി ആ വീല് മാത്രം ഒന്ന് കറക്കി തന്നു. ബാക്കി ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കി. ഈ പിക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അതൊക്കെ ഞാൻ പുറകെ ഓരോ വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.